ഹലോ, വെൽക്കം ടു ഓർക്കിഡ് വില്ല. ഞാൻ മാക്സി ജൂഡ്. ഈ ഫ്ലവർ കണ്ടോ? ഇതിൽ നോക്കി വൈറ്റ് തന്നെയാണ്, പക്ഷെ ഇന്നലെ കണ്ടോ അതിൻ്റെ ലിപ്പിൽ ഒരു ചെറിയൊരു വയലറ്റ് ഷെയ്ഡ് വരുന്നുണ്ടേ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ബഡ്സിനെ കുറിച്ചും ഫ്ലവർ സ്പൈക്ക് അതിനെക്കുറിച്ചൊക്കെയുള്ള വീഡിയോ ആണല്ലോ ചെയ്തത്. അപ്പോൾ ഇത് പാർട്ട് 3 ആണ് നമ്മുടെ. ഇതുകൊണ്ട് ഞാൻ നിർത്താമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടോ, നമ്മുടെ ഈ ഫ്ലവർ സ്പൈക്ക് ഒന്ന് നോക്കി. ഇത് കണ്ടോ, ഇതിങ്ങനെ വളഞ്ഞു വന്നേക്കുന്നുണ്ടോ? ഇങ്ങനെ വളഞ്ഞു വരാൻ ഇത് നേരെ പോകേണ്ട സാധനമല്ലേ? ഇതെന്തിനാ ഇങ്ങനെ വളഞ്ഞു വന്നത്? അതെന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത്? അറിയോ ആർക്കെങ്കിലും? അത് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ, എന്തുകൊണ്ടാണ് ഇങ്ങനെ വളഞ്ഞു വന്നതെന്നല്ലേ. അപ്പോൾ ഇങ്ങനെ ഈ വളഞ്ഞു വന്നതിനെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. പലരും ഫേസ് ചെയ്യുന്ന ഒരു കാരണമാണ് നമ്മുടെ ഫ്ലവർ സ്പൈക്ക് ഒടിഞ്ഞു പോകുക. അതായത് കൂടുതൽ ഫ്ലവറൊക്കെ വരുമ്പോൾ നമ്മുടെ സ്പൈക്ക് ഇവിടെ വെച്ച് ഒടിഞ്ഞു പോകുന്ന കാര്യങ്ങൾ അത് മിക്കവർക്കും ഫേസ് ചെയ്തിട്ടുള്ളതായിരിക്കും. എനിക്കും ഉണ്ടായിട്ടുണ്ട്. എനിക്ക് വന്നിട്ടുള്ളത് എങ്ങനെയാണെന്ന് അറിയോ, നമ്മുടെ ഈ സ്റ്റമ്മ് വരെ ഒടിഞ്ഞു പോയിട്ടുണ്ട് എനിക്ക്. അതായത് ചില ഡെൻഡ്രോബിയത്തിൽ ചില ജയൻറ്റ് ഫ്ലവേഴ്സൊക്കെ വരുമ്പോൾ ഇതൊന്നല്ല, ഇതിൽ വലിയ കൊലകളൊക്കെ വരുമല്ലോ. അപ്പോൾ നമുക്ക് ഈ ഫ്ലവറിൻ്റെ വെയിറ്റ് ഈ സ്റ്റമ്മിന് താങ്ങാൻ പറ്റാണ്ട് വരുമ്പോൾ ഇത് ഇവിടെ വെച്ച് ഒടിഞ്ഞു പോകാറുണ്ട്. ചിലപ്പോൾ ഈ നമ്മുടെ ഫ്ലവർ പ്ലാന്റ് വരെ ചിലപ്പോൾ ഒടിഞ്ഞു പോയിന്ന് വരും. അപ്പോൾ അതിനൊരു പരിഹാരത്തെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിന് നമ്മൾ നമ്മുടെ സ്പൈക്കിന് ഒന്ന് ട്രെയിൻ ചെയ്യിപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും കാണാൻ ശ്രമിക്കുക. ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ പ്ലാന്റിന് ലൈറ്റ് അത്യാവശ്യം എന്നുള്ളത്. ഇപ്പോൾ ഈ സ്പൈക്ക് നോക്കി, ഇത് കണ്ടോ, ഈ സ്പൈക്ക് ചരിഞ്ഞു വന്നേക്കുന്നുണ്ടോ? ഇതെന്ന് പറഞ്ഞല്ല വരുന്നത്, കണ്ടോ? അപ്പോൾ ഈ സ്പൈക്ക് എവിടെയാണോ വെട്ടമുള്ളത് ആ വശത്തേക്കാണ് ഇത് നമ്മൾ വെക്കുമ്പോൾ, ഏത് വശത്തേക്കാണോ കൂടുതൽ വെട്ടം കിട്ടുന്നത് ആ വശത്തേക്കാണ് സ്പൈക്ക് വളർന്നു വരുന്നത്. അപ്പോൾ ഇതിനിപ്പോൾ ഇതിനെ നമ്മൾ ഈ സ്പൈക്കിനെ നമുക്ക് നേരെ നിർത്താൻ പറ്റത്തില്ല. നേരെ നിർത്തിയത് എന്തായാലും ഒടിഞ്ഞു പോകും. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഓൾറെഡി നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ, ഇത് റീപ്ലേസ് ചെയ്യരുത്. പതുക്കെ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, ഇത് പൊസിഷൻ ഒന്ന് മാറ്റി വെച്ച് കൊടുക്കുക. ഇങ്ങോട്ടൊന്ന് തിരിച്ചു വെച്ച് കൊടുത്താൽ നമ്മുടെ സ്പൈക്ക് ഒന്ന് പതുക്കെ മാറിയിട്ടുണ്ട്. ഇങ്ങോട്ട് വരുമ്പോഴേക്കും സ്പൈക്കിന് ദിശ മാറി വരാനുള്ള സാധ്യത. ഇതൊരു ചെറിയൊരു പരീക്ഷണം മാത്രമാണ്. ചിലപ്പോൾ ഇത് ചിലർക്ക് വിജയിച്ചെന്ന് വരാം, ചിലർക്ക് ഇത് വിജയിക്കില്ല. ചിലപ്പോൾ ഇത് ഇങ്ങനെ തന്നെ ഇരുന്നെന്ന് വരാം. അപ്പോൾ അതിനും കൂടെ ഉള്ളൊരു പരിഹാരമായിട്ടാണ് ഞാനിപ്പോൾ ഇത് പറയാൻ പോകുന്നത് കേട്ടോ. അപ്പം നമ്മൾ ചെറുപ്പത്തിലേ തന്നെ നമ്മുടെ സ്പൈക്കിനെ ട്രെയിൻ ചെയ്യിപ്പിച്ചെടുക്കണം. അതിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ദാ ഇവിടെ നോക്കി, ഇത് നമ്മുടെ ഗ്രീൻ നെറ്റിൻ്റെ അടിയിലിരിക്കുന്ന പ്ലാന്റ് ആണ്. അതിൽ വന്നേക്കുന്ന സ്പൈക്ക് നോക്കി, കണ്ടോ? നേരെ പോകുന്നത് കണ്ടോ? നേരെയാണ് ഈ സ്പൈക്ക് പോയേക്കുന്നത്, കണ്ടോ? ഇപ്പോൾ പോയേക്കുന്നത് കണ്ടോ? അപ്പോൾ ഇത് 80% വെയിൽ കൊള്ളുന്ന പ്ലാന്റ് ആണ്. അതിൻ്റെ സ്പൈക്കാണ് ഇതുപോലെ വരുന്നത്, കണ്ടോ? ഇതാണ് ഞാൻ പറഞ്ഞ സൺലൈറ്റ് നമ്മുടെ പ്ലാന്റിന് ആവശ്യമാണെന്ന് പറയുന്നത്. ഇത് 80% വെയിൽ കൊണ്ടിരിക്കുന്ന സ്പൈക്കാണ്. ഇത് കണ്ടോ, പ്ലാന്റിന്റെ സ്പൈക്കാണ് ഇങ്ങനെ വരുന്നത്, കണ്ടോ? ഇതിന് നമ്മൾ ട്രെയിൻ ചെയ്യിപ്പിക്കുകയോ ഒന്നും ചെയ്യേണ്ടതായ ആവശ്യമില്ല. ഇത് താനെ ഇങ്ങനെ പിടിച്ചു വന്നോളും. ഇതല്ലാതെ ലൈറ്റ് കുറവുള്ള സ്ഥലത്ത് ഇരിക്കുന്ന പ്ലാന്റാണ് നമ്മുടെ സ്പൈക്കൊക്കെയാണ് ഇങ്ങനെ, കണ്ടോ? ഇതുപോലെ വരത്തില്ല, വളഞ്ഞൊക്കെ പോവും, കണ്ടോ? ഇത് കണ്ടോ, എങ്ങനെയാണ് നമ്മുടെ സ്പൈക്കിനെ ട്രെയിൻ ചെയ്യിപ്പിച്ചെടുക്കേണ്ടത്. ഇതുപോലെ ഒരു സപ്പോർട്ട് ഇതിന് കൊടുക്കുക. ഇനി ഇത് നേരെ തന്നെ വളർന്നു വന്നോളും. അതായത് ഇത് നേരെ പൊയ്ക്കോളും, കണ്ടോ? ഇത് നേരെ നിവർന്ന് നിൽക്കുകയാണ്. ഇപ്പോൾ ഇനി ഇങ്ങനെ തന്നെ പൊയ്ക്കോളും, ഈ പൊസിഷനിൽ തന്നെ പൊയ്ക്കോളും. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മുടെ സ്പൈക്കിന് അറിയാമല്ലോ, സോഫ്റ്റ് ആയിട്ടുള്ളതാണ് നമ്മുടെ സ്പൈക്ക്. അപ്പോൾ നമ്മൾ കെട്ടിക്കിടുമ്പോൾ ഇതുപോലുള്ള സോഫ്റ്റ് ആയിട്ടുള്ള നൂലായിരിക്കണം. മുറുക്കി കെട്ടി കൊടുക്കരുത്. അധികം അങ്ങോട്ട് മുറുക്കാതെ കെട്ടി വെക്കുക. പിന്നീട് ചെയ്യാവുന്നത്, ഈ സ്പൈക്ക് വളരുന്നതനുസരിച്ച് നമ്മൾ ഈ നൂല് പതുക്കെ ഇങ്ങനെ മേലേക്ക് കയറ്റി കൊടുക്കുക, കണ്ടോ? ഇങ്ങനെ മേലേക്ക് കയറ്റി കൊടുക്കുമ്പോൾ സ്പൈക്ക് നേരെ ഇത്ര മതിയാവും. ഇതിനുള്ളിൽ നമ്മുടെ സ്പൈക്ക് നന്നായിട്ട് ട്രെയിനിങ് ആയിട്ടുണ്ടാവും, നന്നായിട്ട് മേലോട്ട് പൊങ്ങിപ്പോവും കേട്ടോ. ഇവിടെ വരെ വെച്ചാൽ മതിയാവും കേട്ടോ. ഇങ്ങനെയാണ് നമ്മുടെ സ്പൈക്ക് നമ്മൾ ട്രെയിൻ ചെയ്യിപ്പിച്ചെടുക്കുന്നത്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്പൈക്ക് നിവർന്ന് തന്നെ പൊയ്ക്കോളും. ചരിഞ്ഞു പോവുകയോ ഒടിഞ്ഞു പോവുകയോ ഒന്നും ഉണ്ടാകില്ല കേട്ടോ.
കമൻറ്റ് കണ്ടിരുന്നേ, നമ്മുടെ സ്പൈക്ക് ഇങ്ങനെ വന്നിട്ട് അത് പൊങ്ങാതെ സ്റ്റക്കായി നിൽക്കുന്നു എന്ന് പറഞ്ഞൊരു കമൻറ്റ് കണ്ടിരുന്നു. അതും ഞാൻ പറഞ്ഞതിൽ വേറൊന്നുമല്ല, അതിങ്ങനെ പൊങ്ങി വരാത്തതിന് കാരണമെന്ന് പറയുന്നത് അതിന് ആവശ്യമായ ന്യൂട്രീഷ്യൻസ് കിട്ടാഞ്ഞിട്ടാണ്. ഞാൻ പറയില്ല, എല്ലാ ഇതിനും നമ്മൾ അതിനാവശ്യമായ വളവും വെള്ളവും എല്ലാം അതിന് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ന്യൂട്രീഷ്യൻസിൻ്റെ കുറവ് കൊണ്ടാണ് ആ സ്പൈക്ക് മേളിലേക്ക് പൊങ്ങി വരാത്തത് കേട്ടോ. ഞാൻ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നപ്പോഴേ ഒരു ചേച്ചി എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, ബഡ് കൊഴിഞ്ഞു പോകുന്ന കാര്യം പറഞ്ഞല്ലോ, എന്തുകൊണ്ടാണ് ഫ്ലവർ കൊഴിഞ്ഞു പോകുന്ന കാര്യം പറയാത്തതെന്ന് എന്നോട് ചോദിച്ചു. അപ്പോൾ എന്തായാലും ഞാൻ അടുത്ത വീഡിയോ ഞാനപ്പോൾ ബഡ് കൊഴിയുന്നതല്ല, ഇത് ഫ്ലവർ എന്തുകൊണ്ടാണ് കൊഴിഞ്ഞു പോകുന്നതിനുള്ള കാരണത്തെക്കുറിച്ച് വിശദീകരിച്ച് പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ബട്ടൺ അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഒരു ഇൻഫോർമേഷനും കൂടി ഞാൻ പറയട്ടെ. ഓണം സെയിൽ ഓഫർ നമ്മൾ ആരംഭിക്കാൻ പോവുകയാണ്. അതിനെക്കുറിച്ച് ഇപ്പം മിക്കവരും വിളിച്ച് ഓൾറെഡി കുറേ പേര് ഓർഡർ ചെയ്ത് കഴിഞ്ഞു. എന്നാലും നമുക്ക് പ്ലാന്റ് എത്തിയിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാൻ വൈകുന്നത്. പ്ലാന്റ് എത്തിക്കഴിഞ്ഞാൽ നാളെ എത്തുമായിരിക്കും എനിക്ക് എന്തായാലും. അപ്പോൾ നമ്മൾ വീഡിയോ ഇടുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.